ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മഴ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പലയിടങ്ങളിൽ നാശനഷ്ടത്തിന്റെ വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തു വരികയാണ്. ഇന്നൊക്കെ കൂടുതൽ അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ അതിനു മുൻപ് മുതൽ തന്നെ നമ്മൾ ഈ അപകടത്തിന്റെ വാർത്തകൾ അറിയുന്നു, മരം വീഴുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് ഈ പ്രകൃതിക്ഷോഭമൊന്നും നമുക്ക് തടയാൻ പറ്റുന്നതല്ല. എന്നാൽ നമുക്ക് തടയാൻ കഴിയുന്ന ചില അപകടങ്ങൾ, ചില ദുരന്തങ്ങൾ അതില്ലേ ശ്രീ CR നീലകണ്ഠൻ? തീർച്ചയായിട്ടും. ഇപ്പം ലോകത്ത് കാലാവസ്ഥാ മാറ്റം 1992 മുതൽ ചർച്ച ചെയ്യുന്നതാണ്. അന്നൊക്കെ അതിനെ തമാശയായിട്ടാണ് നമ്മുടെ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കണ്ടത്. ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ 2018 ശേഷം കൃത്യമായും കേരളത്തിലെങ്കിലും നമുക്ക് കാലാവസ്ഥയിലെ മാറ്റം പ്രകടമാണ്, അതിൻ്റെ ദുരന്തങ്ങൾ പ്രകടമാണ്. മനുഷ്യജീവനും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വലിയ വരൾച്ചയാണ്, അതുപോലെ തന്നെ അതിവർഷമാണ്. കേരളത്തിൽ ഇപ്പോൾ മുമ്പുള്ള ഒരു കാലാവസ്ഥാ വിദഗ്ധൻ അത് പറയും, കേരളത്തിൻ്റെ പടിഞ്ഞാറുള്ള അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിനേക്കാൾ അറബിക്കടലിലുണ്ടായ മാറ്റം കേരളത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതിതീവ്ര മഴ, കൂമ്പാരമേഘങ്ങൾ, അതുപോലെയുള്ള നിരവധി പ്രതിഭാസങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നിനി ആരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത മതി, ആശങ്ക വേണ്ട എന്നൊക്കെ പറഞ്ഞാലും ആശങ്കയുണ്ട്. മനുഷ്യർക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞ പോലെ ഒരു നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന പ്രദേശത്ത് തന്നെ മരം വീണിട്ടും അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചി പോലെയുള്ള, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. വെള്ളക്കെട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വെള്ളം കയറുക, അതിനുള്ള കാരണങ്ങൾ. അതുപോലെ പലയിടത്തും ഇത് ഫ്ലഡിലേക്കൊന്നും എത്തിയിട്ടില്ല, നാളെ ഡാമുകളുടെ സ്ഥിതിയൊന്നും കുഴപ്പത്തിലെത്തിയിട്ടില്ല, അത് കുഴപ്പത്തിലെത്തിയാൽ എന്തുണ്ടാവും എന്നറിയില്ല. നമ്മൾ 2018 കണ്ടതാണ്. അപ്പോൾ ഒരു അഡാപ്റ്റേഷൻ, കാലാവസ്ഥാ മാറ്റത്തിനെ നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. 2018 പ്രളയത്തിന് ശേഷം നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. UN ഒക്കെ ചേർന്ന് PDNA എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. കേരള ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇപ്പോഴും സൈറ്റിലുണ്ട്. ആ റിപ്പോർട്ടിൽ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ 2018 ശേഷം കഴിഞ്ഞ 7 വർഷം നമ്മൾ എങ്ങനെ നടപ്പാക്കി എന്ന ഒരു പ്രധാന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. താൽക്കാലികമായി ഒരുപക്ഷെ മരം വെട്ടി മാറ്റലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം അതിവർഷമുണ്ടാകും. കേരളത്തിൻ്റെ ചെറിയ ടോപ്പോഗ്രഫി വെച്ച് പശ്ചിമഘട്ടത്തിൽ നിന്ന് വളരെ വേഗത്തിൽ വെള്ളമൊഴുകി ഇടനാട്ടിലും കടലിലും എത്തും, കായലിലും എത്തും. അതുകൊണ്ട് അതിനെ നേരിടാനുള്ള സംവിധാനം വേണം. നീരൊഴുക്ക് തടസ്സപ്പെടരുത്. റൂം ഫോർ റിവർ, നമ്മുടെ 44 നദികളും അതിനുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് തോടുകളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിരിക്കണം. പക്ഷെ എന്താണ് ഇപ്പോൾ സ്ഥിതി? നമ്മൾ അതിലെന്തെങ്കിലും ചെയ്തോ? ഇല്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായും വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അടച്ചു കിട്ടുകയാണ്. ഇപ്പോൾ ദേശീയപാതയുടെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ കണ്ടു, വലിയ തോതിൽ ദേശീയപാതയ്ക്കയുടെ പേരിൽ, ഞാൻ ദേശീയപാത വേണ്ടെന്നല്ല, പക്ഷെ അങ്ങനെയാണോ പണിയേണ്ടതെന്നുള്ള ആ തർക്കത്തിലേക്ക് പോകണില്ല, വെള്ളം ഒഴുകാനുള്ള വഴി തടഞ്ഞു നിർത്തുന്നു. 1. 2, ഈ വെള്ളം വന്നാൽ ആഗിരണം ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ നെൽവയൽ തണ്ണീർത്തടങ്ങളും ഇടനാടൻ കുന്നുകളുമാണ്. ഈ വെള്ളം മുമ്പ് തടഞ്ഞു നിർത്തിയിരുന്ന അവരാണ് ആഗിരണം ചെയ്ത് നിർത്തിയിരുന്നത്. ഇന്ന് നമ്മുടെ ഇടനാടൻ കുന്നുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ നെൽവയൽ തണ്ണീർത്തടം, നമ്മൾ മാതൃകാപരമായ ഒരു നിയമം ഉണ്ടാക്കിയ സംസ്ഥാന കേരളം 2007 2009 ആ നിയമം പോലും ഇപ്പോൾ നമ്മൾ നടപ്പാക്കുന്നില്ല. ആ നിയമം നടപ്പാക്കുന്നില്ല, PDNAയുടെ റിപ്പോർട്ട് നടപ്പാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ദുരന്തം അത് പലതരത്തിൽ വരും. നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ മണ്ണ് വളരെ ആർദ്രമായിരിക്കുന്നു, വളരെ സോഫ്റ്റാവും. മണ്ണ് വേനൽ മഴയിൽ സോഫ്റ്റാവുന്ന മണ്ണിൽ വലിയ തോതിൽ വെള്ളം വന്ന് വീഴാനാണ് ഉരുൾപൊട്ടലും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ മുണ്ടക്കയും ചൂരൽമലയിലും അല്ലെങ്കിൽ പുത്തുമലയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേ പ്രതിഭാസമാണ് ഒരു പരിധിവരെ നമ്മുടെ ദേശീയപാതയിലും കാണുന്നത്. വലിയ തോതിൽ മഴ പെയ്യുന്നു, മണ്ണിട്ട് നിറച്ച ദേശീയപാതയിലേക്ക് വെള്ളമിറങ്ങുന്നു, വലിയ തോതിൽ ഉരുൾപൊട്ടലിൻ്റെ പുതിയൊരു ഭാഗമായി പാത അങ്ങനെ തകർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോഴും അടിസ്ഥാനപരമായി ഒരു കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ വേണ്ട ശേഷി അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം അത് പറയണമെങ്കിൽ നമ്മുടെ നിർമ്മാണ മേഖലയിൽ, നമ്മുടെ നദികളുടെ ശുദ്ധീകരണം, നമ്മുടെ തോടുകളുടെ, ഇപ്പോൾ കൊച്ചിയിലൊക്കെ തോടുകളുടെ സ്ഥിതി എന്താണ്? ആലപ്പുഴയിലെ തോടുകളുടെ സ്ഥിതി എന്താണ്? വെള്ളം വന്നാൽ തോട് മുഴുവൻ കരകവിഞ്ഞൊഴുകും. തോടൊന്നും ഇല്ല ഇപ്പോൾ. എടപ്പള്ളി തോടോ കടമ്പറയാറോ അങ്ങനെ പല തോടുകളും ഇല്ല. പേരണ്ടൂർ കനാലൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്ന് 2018 തീരുമാനിച്ചിട്ട് ഒരു നടപടിയും മുമ്പോട്ട് പോയില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആശങ്കയുള്ളത്. അല്ലെങ്കിൽ ജാഗ്രത മതി. അപ്പോൾ ആ ജാഗ്രതയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ ജാഗ്രതയുടെ കാലം കഴിഞ്ഞ് ആശങ്കയുടെ കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രഡിക്റ്റബിൾ ആണ്. കാരണം അപകടം ഉണ്ടാവും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ കൂമ്പാര മേഘങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേ മഴ, തീവ്ര മഴയുടെയോ ഒക്കെ കാര്യം നമ്മൾ പറയുമ്പോൾ ഈ വെള്ളം എങ്ങോട്ട് പോകും എന്ന് ഒരു ധാരണ നമുക്കുണ്ടാവണം. എവിടെ വീഴുന്ന വെള്ളം എങ്ങനെ ഒലിച്ച് കടലിലോ കായലിലോ പുഴയിലോ അല്ലെങ്കിൽ അതുപോലെ ശേഖരിക്കുന്നിടത്തോ എത്തും. അങ്ങനെ ഒരു വാട്ടർ കോണ്ടൂർ, ഒരു ഹൈഡ്രോളജി സ്റ്റഡി കേരളത്തിന് നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. ആ ഹൈഡ്രോളജി സ്റ്റഡി നടത്താത്തിടത്തോളം പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഉരുൾപൊട്ടലായി മാറാം, നടുവിൽ പ്രളയമാവാം, തീരദേശത്ത് അത് കടലാക്രമണമാവാം. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കേരളത്തിൽ 3 പ്രദേശങ്ങളും ഇന്ന് ഈ അതിതീവ്ര മഴയ്ക്ക് വൾനറബിളാണ്, അപകട സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മരം വെട്ടുന്ന നല്ല കാര്യമാണ്, ചെറിയ കാനയൊക്കെ വൃത്തിയാക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതൊക്കെ എത്ര വൃത്തിയാക്കി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇനി വലിയ തോതിൽ നമ്മുടെ അടിസ്ഥാന വീക്ഷണത്തിൽ കേരളം ഇന്ന് എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ നിർമ്മാണമടക്കം, യാത്രയടക്കം, ജീവിതമടക്കം, ജീവിതശൈലി അടക്കം എല്ലാത്തിലും നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ കഴിയും. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണവും വേറെ തരത്തിൽ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടതായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എങ്ങനെ കാലാവസ്ഥാ മാറ്റത്തിന് നമ്മൾ അഡാപ്റ്റബിൾ ആവും, എങ്ങനെ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും എന്ന ചോദ്യം. നമുക്ക് കാലാവസ്ഥയെ മാറ്റാൻ അല്ല, ഇതിലിപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പൊ നമ്മൾ ഈ കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. അതിൽ തന്നെ മേഘവിസ്ഫോടനം പോലെയുള്ള പ്രതിഭാസമൊക്കെ നമ്മൾ അതും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി. അപ്പോൾ ആദ്യത്തെ ഒരു തവണ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ ഇതൊക്കെ നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്, കാരണം നമുക്കറിയാത്ത കാര്യമാണ്, പുതുതാണ് എന്ന് പറയാം. പക്ഷെ ഇനി ഇതൊക്കെ ഉണ്ടാകും, ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് നമുക്കിതിൽ താങ്കൾ പറയുന്നത് പോലെ ഇതൊരു അഡാപ്റ്റബിൾ എന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? അതൊരു അനാസ്ഥ മൂലം എന്ന് തന്നെ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അത് ശരിയാണോ ശ്രീ സി ആർ നീലകണ്ഠൻ? അനാസ്ഥ മൂലം മാത്രമല്ല, അതിൽ അഴിമതി മുതൽ കെടുകാര്യസ്ഥത മുതൽ നിരവധി ഘടകങ്ങളുണ്ട്. നമ്മുടെ വികസന സങ്കല്പങ്ങളിൽ തന്നെ വലിയ പൊള്ള വീണിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാത നമ്മൾ കേന്ദ്രമാണോ സംസ്ഥാനമാണോ CPM ആണോ BJP ആണോ കോൺഗ്രസ് ആണോ എന്നല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ദേശീയപാത കേരളത്തിൽ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് വേണ്ടത്. അതിപ്പോൾ ആര് നിർമ്മിച്ചാലും അത് പൊളിഞ്ഞു വീഴും. അത് കേരളത്തിന് യോജിച്ചതാണോ? ഒരു നിർമ്മാണ രീതി കേരളത്തിന് യോജിച്ചതാണോ? ഇത്തരത്തിലാണോ നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത്? ഇത്തരത്തിൽ നമ്മൾ തണ്ണീർത്തടങ്ങൾ നികത്താമോ? ഇത്തരത്തിൽ നമ്മൾ നെൽവയലുകൾ ദുരുപയോഗം ചെയ്യാമോ? ഇത്തരത്തിൽ തീരദേശത്ത് നമ്മുടെ നിയന്ത്രണങ്ങൾ നമ്മൾ എത്രത്തോളം കൊണ്ടുവരണം? ഇത് മലയോരത്ത് നമ്മൾ എന്തൊക്കെ വേണം? ഗാഡ്ഗിൽ വേണ്ട, കസ്തൂരിരംഗൻ വേണ്ട, ഞാൻ പറഞ്ഞു. പക്ഷേ PDN എന്ന് പറയുന്ന സർക്കാരിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ. അനുജ, ഞാൻ പറയുന്നത് സർക്കാർ ഇറക്കിയ റിപ്പോർട്ടില്ലേ, ആ റിപ്പോർട്ട് സർക്കാർ നടപ്പാക്കുന്നുണ്ടോ 2018 ശേഷം? അതാണ് എൻ്റെ ചോദ്യം. വേറെ ഒരു പഠനവും വേണ്ട. ഗാഡ്ഗിൽ വിടൂ, കസ്തൂരിരംഗൻ വിടൂ, ഉമ്മൻ വിടൂ. നമുക്ക് വേണ്ടത് സർക്കാർ തന്നെ ഔദ്യോഗികമായി ഇറക്കിയ റിപ്പോർട്ട്. അതിൽ നീരൊഴുക്ക് ഒരു കാരണവശാലും തടയപ്പെടാൻ പാടില്ല. വെള്ളം എങ്ങോട്ട് പോകണം, അതാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ ആ ഗതി, അത് അതിവർഷം പെയ്താൽ എവിടെയെങ്കിലും വർഷം പെയ്യുമല്ലോ. അപ്പോൾ അതിവർഷം പെയ്താലും എവിടെ പെയ്താലും ആ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള മാർഗമുണ്ട് എന്ന് പഠിച്ച് കണ്ടെത്തണം. അത് ചൂരൽമലയിൽ പെയ്താലും വേണ്ടില്ല, പുത്തുമലയിൽ പെയ്താലും വേണ്ടില്ല, എറണാകുളത്ത് പെയ്താലും തിരുവനന്തപുരത്ത് പെയ്താലും അല്ലെങ്കിൽ എവിടെയും പെയ്യാം. അത് വെള്ളത്തിന്റെ മാർഗം, വെള്ളത്തിന് പോയേ പറ്റൂ, വെള്ളത്തിന് ഒഴുകിയേ പറ്റൂ. അതാണ് റൂം ഫോർ റിവർ എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ റൂം ഫോർ റിവർ ഉണ്ടോ നമുക്ക്? അതിന് തടസ്സം നിൽക്കുന്ന സംഗതികൾ മാറ്റാൻ നമ്മൾ തയ്യാറാണോ? ഇവിടെ ഒരു പ്രശ്നമാണത്. ഒരാൾ വലിയ തോതിൽ അതേക്കുറിച്ചൊക്കെ പഠിക്കാനായി പോയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ശ്രീ സി ആർ നീലകണ്ഠൻ. പക്ഷേ അതൊക്കെ എവിടെയാണ് ആ പഠനം അത് നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളിടത്താണ്. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത്, എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? ഈ ഇത്തരം ദുരന്തം ആദ്യമായി ഉണ്ടാകുമ്പോൾ നമ്മൾ കാഴ്ചക്കാരെ പോലെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. അതേ സ്ഥാനത്ത് ഇപ്പോഴും നമ്മൾ തുടരുന്നു എന്നതാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ? അതിനേക്കാൾ മോശമാണ് അനുജ, അതിനേക്കാൾ മോശമാണ് പല നിർമ്മാണങ്ങളും. അതുപോലും പരിഗണിക്കാതെ വീണ്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വികസന വിരുദ്ധരാകും. ഞാൻ വികസന വിരുദ്ധനായതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഇങ്ങനെയല്ല നിർമ്മാണം നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പദ്ധതിക്കെതിരാന്ന് പറയും. പദ്ധതിയല്ല വിഷയം, സർവൈവലാണ്. ഞാനിപ്പോൾ വികസനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. കേരളം ഇനി സർവൈവലിൻ്റെ പാത്തിലാണ്, വികസിത കേരളമൊന്നുമല്ല. കേരളം സർവൈവ് ചെയ്യുമോ? നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ മാത്രമല്ലേ അനുജ അത് ചർച്ച ചെയ്യണേ? മഴക്കാലം കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോയില്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ചൂരൽമലയോ മുണ്ടക്കയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? ഒരു കൊല്ലമായിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ മറക്കുന്നത്? നമ്മൾ മറക്കുകയോ അല്ലെങ്കിൽ മറന്ന മാതിരി ഭാവിക്കുകയോ ചെയ്യുന്നു.
ഞാൻ പറയുന്നത് ഭരണകർത്താക്കൾ, അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഭരണകർത്താക്കൾ, അവരുടെ ജോലിയല്ലേ ഈ പഠനം നടത്തി ഇതെങ്ങനെ വെള്ളം പോകുന്നില്ല. എൻ്റെ മണ്ഡലത്തിൽ, എൻ്റെ പഞ്ചായത്ത് വാർഡിൽ വെള്ളം വീണാൽ അത് എങ്ങോട്ട് പോകും എന്ന് ഓരോ പഞ്ചായത്ത് മെമ്പർ പോലും ആലോചിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കണേ. ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആലോചിക്കേണ്ട കാലത്ത് MP MLA ഒക്കെ, മുഖ്യമന്ത്രി എല്ലാവരും. അതെ, പക്ഷെ അത് എത്രത്തോളം അവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആണ് ഈ ആശങ്ക ഉയരുന്നത്.